6ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ 1ാം പാഠം അൽ കഅബതു ഖിബ്ലതുന എന്ന പാഠമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചിത്രകഥയായിട്ടാണ് ഈ പാഠം നമ്മൾ പഠിക്കുന്നത്. ഇതുപോലെ ലിസാനുൽ ഖുർആൻ എല്ലാ പാഠങ്ങളും ചിത്രകഥകളായി ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് എന്താണ് മുഅറബ്, എന്താണ് മബ്നി, അതിനെ കുറിച്ച് വിശദമായി നമ്മൾ പഠിക്കും. അതിനു മുമ്പ് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വിവരണം നമുക്ക് അർത്ഥം നോക്കാം. ഹൽ റഅയ്തും, നീ കണ്ടിട്ടുണ്ടോ? ഹാദൽ ബൈത, ഈ ഭവനം, ഈ ഭവനം നീ കണ്ടിട്ടുണ്ടോ? ഹാദാ ബൈതുല്ലാഹിൽ ഹറാം, ഇത് അല്ലാഹുവിന്റെ പവിത്രമായ ഭവനമാണ്. യതവജ്ജഹുൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ അഭിമുഖീകരിക്കുന്നു, മുസ്ലിമീങ്ങൾ തിരിയുന്നു, ഇലാ ഹാദൽ ബൈത്ത്, ഈ ഒരു ഭവനത്തിലേക്ക്, ഫീ സ്വലവാത്തിഹിം, അവരുടെ നിസ്കാരങ്ങളിൽ. ഹാദൽ ബൈത്തു, ഈ ഭവനം, ഏതാണ് ഈ ഭവനം? ഹുവൽ കഅബതു ശരീഫ, ഇത് പവിത്രമായ കഅബയാണ്. ഹിയ, ഈ കഅബ, അവ്വലു ബൈത്തിൻ, ആദ്യ ഭവനമാണ്, വുദിഅ ലിഇബാദത്തില്ലാഹ്, അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യ ഭവനമാണ് ഈ ബൈത്ത്, ഈ കഅബ. അൽ കഅബതു, കഅബ എവിടെയാണ്? അൽ കഅബതു ഫീ മക്കത്തൽ മുകറമ, കഅബ പരിശുദ്ധമായ മക്കയിലാണ്. യദ്ഹബുൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ പോകുന്നു, ഇലാ മക്ക, മക്കയിലേക്ക്. എന്തിന്? ലിഅദാഇൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾ മക്കയിലേക്ക് പോകുന്നു. എന്നിട്ടോ വയതൂഫൂന, അവർ തവാഫ് ചെയ്യുന്നു, ബിൽ കഅബ, അവർ കഅബയെ തവാഫ് ചെയ്യുന്നു. വയസ്അൗന, അവർ സഅയ് ചെയ്യുന്നു, ബൈന സഫാ വൽ മർവ, സഫാ മർവക്കടയിൽ അവർ സഅയ് ചെയ്യുകയും ചെയ്യുന്നു. ബന ഇബ്രാഹിം വബ്നുഹു ഇസ്മായിൽ അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയും തന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം നിർമ്മിച്ചു അൽ കഅബ, കഅബയെ. ആരാണ് കഅബ നിർമ്മിച്ചത്? ഇബ്രാഹിം നബിയും തന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം. എന്നിട്ടോ വഹുമാ യഖൂലാൻ, അവർ രണ്ടുപേരും പറഞ്ഞു, എന്ത്? റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ. ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. നമ്മുടെ ഈ പാഠത്തിൽ നിറം നൽകപ്പെട്ട പദങ്ങൾ നമ്മൾ കണ്ടു. എന്താണ് അവയുടെ പ്രത്യേകത എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായി ഹാദ, ഇവിടെയും ഹാദ എന്നുണ്ട്, ഇവിടെയും ഹാദ എന്നുണ്ട്. ഈ 3 സ്ഥലങ്ങളിലും ഹാദ എന്ന പദത്തിന് ഒരു മാറ്റവും ഇല്ല. എന്നാൽ അതേസമയം നീല നിറത്തിൽ നൽകപ്പെട്ട പദങ്ങൾ പരിശോധിക്കാം. ഇവിടെ ബൈത്തു എന്നാണ്, ഇവിടെ ആയപ്പോഴോ ബൈത്ത എന്നായി. കണ്ട, ബൈത്ത. ഇവിടെ ആയപ്പോഴോ ബൈത്തി, അല്ലെ? അപ്പൊ ഈ ബൈത്ത് എന്നുള്ള പദത്തിന് 3 അവസ്ഥകളിലും 3 പോലെയാണ് വന്നത്. ഇവിടെയോ അൽ കഅബത്തു, അല്ലെ? ഇവിടെയോ അൽ കഅബത്ത, ഇവിടെയോ ബിൽ കഅബത്തി. അപ്പോ ആമിലുകൾ, അതായത് ഇവിടെ മാറുന്നത്, ആമിലുകൾ മാറുന്നത് കൊണ്ട് അവസാനത്തിൽ മാറ്റം സംഭവിക്കുന്നതിനാണ് മുഅറബ് എന്ന് പറയാം. മാറ്റം സംഭവിക്കാത്തതിനാണ് മബ്നി എന്ന് പറയാം. നമ്മൾ മുഅറബിന്റെയും മബ്നിയുടെയും ഒരുപാട് ഉദാഹരണങ്ങൾ പഠിക്കുന്നുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് മുഅറബ്, എന്താണ് മബ്നി. ഇവിടെ ബൈത്തു കണ്ടോ, ഹാദൽ ബൈത്തു, ഇവിടെ ഖബർ ആയതുകൊണ്ടാണ് ഇവിടെ ബൈത്തു എന്ന് പറഞ്ഞത്. ലൊമ്പ് കൊണ്ട് നമ്മൾ റഫ്ഉ ചെയ്തു എന്നാ പറയുന്നത്. അതുപോലെ ബൈത്ത മഫ്ഊലാണ് ഇവിടെ, അല്ലെ? മഫ്ഊലിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്, എന്താണ് മഫ്ഊൽ എന്നുള്ളത്. മഫ്ഊൽ നസ്ബ് ആയിരിക്കും. അപ്പൊ ഫത്ഹ് കൊടുത്തുകൊണ്ട് നമ്മൾ നസ്ബ് ചെയ്തു എന്ന് പറയും. ഇവിടെയോ ബൈത്തി കണ്ടോ, ഇവിടെ കസ്ർ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ജർറ് ചെയ്തു. അതുപോലെ തുടക്കത്തിൽ വന്നാൽ എന്തായിരിക്കും? റഫ് ആയിരിക്കും, അല്ലെ? അപ്പോ
അൽ കഅബത്തു. ഇവിടെയോ, ഇവിടെ മഫ്ഊലാണ് അല്ലെ, അതുകൊണ്ട് നസ്ബ് ചെയ്തു, ഫത്ഹ് കൊണ്ട് നസ്ബ് ചെയ്തു. ഇവിടെയോ കസ്ർ കൊണ്ട് ജർ ചെയ്തു. അതായത് ഇഅ്റാബുകൾ 4 ഉണ്ട്. റഫ്ഉ, നസ്ബ്, ജർ, ജസ്മ്. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഉദാഹരണങ്ങളിലൂടെ പറയുന്നുണ്ട്. അപ്പൊ മനസ്സിലാവും എന്താണ് റഫ്ഉ, എന്താണ് നസ്ബ്, എന്താണ് ജർ, എന്താണ് ജസ്മ്, എന്താണ് മബിനി, എന്താണ് മുഅറബ് എന്നൊക്കെ അതിന്റെ ഇനിയും അതിൽ ഉദാഹരണങ്ങൾ വരുന്നുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാവും. നുലാഹിദുൽ ജദ്വല, നമുക്ക് പട്ടിക നിരീക്ഷിക്കാം. ആദ്യം നമ്മൾ മുഅറബിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്, എന്നിട്ട് മബനിയുടെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ആദ്യം മുഅറബിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? അതായത് മുഅറബ് എന്ന് പറഞ്ഞാൽ അവസാനം മാറും. ഈ പദങ്ങളുടെ അവസാനം, ഇപ്പൊ ഇവിടെ കിതാബുൻ എന്നാണല്ലോ, ഇനി ഇത് കിതാബൻ എന്നാവാം, കിതാബിൻ എന്നാവാം. തോലിബ് എന്നുള്ളതോ തോലിബിൻ, തോലിബൻ എന്നൊക്കെ ആവാം അല്ലെ. ഇഷ്തറൈതു കിതാബൻ, ഹാദാ കിതാബുൻ അല്ലെ. ഇതെന്ത് ചെയ്യും? അതുപോലെ തന്നെ യദ്ഹബു എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ചിലപ്പോ യദ്ഹബ, യദ്ഹബ് എന്നൊക്കെ ആകാം. അപ്പോ ഈ കലിമത്തുകളുടെ അവസാനത്തിൽ മാറ്റം സംഭവിക്കുന്നതാണോ, അതിനാണ് മുഅറബ് എന്ന് പറയാം. മാറ്റം സംഭവിക്കുന്നില്ലേ, അതിനാണ് മബിനി എന്ന് പറയാം. അതായത് ഇവിടെയുള്ളതൊക്കെ മുഅറബിന്റെ ഉദാഹരണങ്ങളാണ്. ഈ പദങ്ങൾ യജ്ലിസു, ഇനി അത് യജ്ലിസ, ചില സന്ദർഭങ്ങളിൽ എന്താവും യജ്ലിസ എന്നാവും, ചിലപ്പോ യജ്ലിസ് എന്നാവും. അതുപോലെ തന്നെ അഖ്റഉ എന്നുള്ള ചിലപ്പോ എന്താവും, ചില സന്ദർഭങ്ങളിൽ ചില സെന്റൻസുകൾ എന്താവും അഖ്റഉ എന്നാവും, ചിലപ്പോൾ അഖ്റഅ എന്നാവും. അതുപോലെ ഷജറത്തുൻ എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ചിലപ്പോ ഷജറത്തൻ, ഷജറത്തിൻ എന്നൊക്കെ പറയാം. എങ്ങനെ പറയാ? അതിന് മുമ്പുള്ള ആമിലുകൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പൊ ആമിലുകൾ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കും. അതിനാണ് മുഅറബ് എന്ന് പറയാം. എന്നാൽ ഒരു സെന്റൻസിന്റെ എവിടെ വന്നാലും ഒരു മാറ്റം സംഭവിക്കാത്തതിനാണെന്ന് പറയാ മബിനി എന്ന് പറയാം. അതിന്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ എന്ത് പറഞ്ഞു, ഷജറത്തുൻ, ഷജറത്തൻ, ഷജറത്തിൻ എന്നൊക്കെ ആകും. അതാണ് മുഅറബ്. അതേ സമയം ചില പദങ്ങൾ, ഇപ്പൊ ഹുവ എന്നുള്ള പദം ഹുവി എന്നോ ഹുവു എന്നോ ഒന്നാവില്ല. അൻത എന്നുള്ളത് ഇപ്പൊ നെഹിനു എന്നുള്ളത് നെഹിന എന്നോ നെഹിരി എന്നോ ആവൂല. ഈ പദങ്ങൾ എപ്പോഴും അതേപോലെ ആയിരിക്കും. ലമീറുകളെല്ലാം എന്താണ്, മബിനിയാണ്. ഇത് നെഹിനി എന്നോ നെഹിന എന്നൊന്നും ആകില്ല. എവിടെ വന്നാലും എന്തായിരിക്കും, നെഹിനു എന്നായിരിക്കും. അതുപോലെ തന്നെ അദവാത്തുൽ ഇസ്തിഫാമി, ചോദ്യം ചോദിക്കാനുള്ള ടൂൾസുകളാണ് ഇതൊക്കെ അല്ലെ. മൻ ആര്, ഹൽ ഉണ്ടോ, കൈഫ എങ്ങനെ, അയിന എവിടെ, ഇതൊക്കെ എന്താണ് ചോദ്യം ചോദിക്കാനുള്ള ടൂൾസുകളാണ്. ഇവയൊന്നും ചെയ്യൂല അവസാനം എന്ന് പറഞ്ഞാൽ അവസാനത്തത് ഉണ്ടല്ലോ, ഐനി എന്നാവില്ല, കൈഫി അല്ലെങ്കിൽ കൈഫു എന്നാവില്ല, ഹൽ എന്നുള്ളത് ഹലു അല്ലെങ്കിൽ ഹലി എന്നാവില്ല. ഇതിനൊന്നും മാറ്റം സംഭവിക്കൂല. അതുപോലെ തന്നെ അസ്മാഉൽ ഇഷാറ, ഹാദാ, ഹാദിഹി, ദാലിക, തിൽക, ഇതെന്താവൂല തിൽക്കി എന്നോ തിൽക്കു എന്നാകില്ല എവിടെ വന്നാലും അല്ലെ. അതുപോലെ തന്നെ അൽ ഹുറൂഫ്, ഹർഫുകൾ അല്ലെ. ഫി, ഇത് ഫാന്നോ അല്ലെങ്കിൽ മിൻ എന്നത് മൻ എന്നുള്ളത് വേറെ വാക്കാണ്. ല, ഇന്ന, ഇതൊന്നും ഉണ്ടാവില്ല. ഇന്ന എന്നുള്ളത് ഇന്നൂന്നോ ഇന്നി എന്നോ എന്നാവൂല. ഈ പദങ്ങൾ എവിടെ വന്നാലും, ഒരു സെന്റൻസിൽ എവിടെ വന്നാലും ഇതുപോലെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ മാദിയായ ഫീലുകൾ, അംറായ ഫീലുകൾ, ഫഅല എന്നത് ഫഅലി എന്നോ അല്ലെങ്കിൽ ഇഫ്അൽ എന്നത് ഇഫ്അലി എന്നോ ഇഫ്അലു എന്നോ ആവില്ല. അതേസമയം നേരത്തെ മുഅറബിനെ കുറിച്ചല്ലേ, ബഖറത്തുൻ, അത് ചിലപ്പോ ബഖറത്തിൻ എന്നാവും, ചിലപ്പോ ബഖറത്തൻ എന്നാവും. കിതാബ് എന്നുള്ളത് കിതാബൻ, കിതാബിൻ, കിതാബുൻ, ഇത് മാറാം. അതിന് മുമ്പുള്ള ആമിൽ എന്താണോ അതിനനുസരിച്ച് ഇവിടൊക്കെ എന്ത് ചെയ്യും, മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനാണ് മുഅറബ് എന്ന് പറയുന്നത്, സംഭവിക്കാത്തതിനാണ് മബിനി എന്ന് പറയുന്നത്. നുകമ്മിലുൽ ഫറാഗ കമാ ഫിൻ നമൂദജി, ഉദാഹരണത്തിൽ ഉള്ളതുപോലെ ഒഴിഞ്ഞ ഭാഗം നമുക്ക് പൂരിപ്പിക്കാം. അതായത് ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ മറ്റൊരു സന്ദർഭം നമുക്ക് പൂരിപ്പിക്കാനാണ്. ഇവിടെ നമ്മൾ ദാലിക മസ്ജിദുൻ എന്ന പദം നോക്കാം.
അല്ലെ? ഇവിടെ ദാലിക, ഇവിടെയും ദാലിക, ഇവിടെയും ദാലിക, അല്ലെ? ഈ ദാലിക എന്ന പദത്തിനൊന്നും മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. കാരണം എന്താ? അത് ഇസ്മുഷാറയാണ്, അസ്മാൽ ഇഷാറയിൽ പെട്ടതാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? അസ്മാൽ ഇഷാറകളൊക്കെ എന്താണ്? മബിനയാണെന്ന് നമ്മൾ പഠിച്ചു. അതേസമയം മസ്ജിദ് എന്നുള്ളത് എന്താണ്? അത് മുഅറബാണ്, അത് മാറുന്നുണ്ട്. ഇവിടെ മസ്ജിദ എന്നാണ് അല്ലെ? ഇവിടെയോ മസ്ജിദുൻ എന്നാവുന്നത്, ഇവിടെയോ മസ്ജിദി എന്നാവുന്നത്. ഇങ്ങനെ ചില പദങ്ങളുടെ അവസാനം മാറും, അതിനാണ് മുഅറബ്. എന്നാൽ ചില പദങ്ങൾ എവിടെ വന്നാൽ, ഇവിടെ ദാലിക എന്നുള്ള പദം എവിടെ വന്നത്? ഇവിടെ നടുവിലാ വന്നത്, ഇവിടെ ആദ്യത്തിലാ വന്നത്, ഇവിടെ ഫീ കഴിഞ്ഞിട്ടാ വന്നത്. പക്ഷെ ഇവിടെ ഒന്നും എന്തില്ല, ഈ ദാലിക എന്ന പദത്തിന്റെ അവസാനത്തിൽ ദാലിക്കി എന്നോ ദാലിക്കു എന്നോ മാറിയിട്ടില്ല, ദാലിക ഇത് തന്നെയാണ്. അതേസമയം മസ്ജിദ് എന്നുള്ള പദോ ഇവിടെയോ, ഇവിടെ ഫത്ഹ് കൊണ്ട് നമ്മൾ നെസ്ബ് ചെയ്യും. ഇത് നെസ്ബ് എന്നാ പറയാ. ഇഅ്റാബുകൾ 4 ഉണ്ട്: റഫ്, നെസ്ബ്, ജറ്, ജസ്മ്. ഇവിടെ നമ്മൾ ഫത്ഹ് കൊണ്ട് നെസ്ബ് ചെയ്തു എന്ന് പറയണം. അതുപോലെ ഇവിടെ ലൊമ്മ് കൊണ്ട് റഫ് ചെയ്തു, ഇവിടെ കിസർ കൊണ്ട് ജറ് ചെയ്തു, അല്ലെ? അപ്പോ ചില പദങ്ങൾ അതിന്റെ മുമ്പ്, ചില പദങ്ങൾ എന്ത് ചെയ്യും? അവസാനത്തിൽ മാറും. മസ്ജിദ് എന്നുള്ളത് മസ്ജിദ, മസ്ജിദ്, മസ്ജിദ് എന്നായില്ലേ? ഇവിടെ കണ്ടില്ലേ? ചില പദങ്ങൾ എന്ത് ചെയ്യും? മുമ്പിലുള്ള ആമിലുകൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ അതിനാണ് എന്താ പറയാ? മുഅറബ് എന്ന് പറയാം. എന്നാൽ ചില പദങ്ങൾ ആമിലുകൾ എന്തായാലും എവിടെ വന്നാലും ആ പദങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാകില്ല. അങ്ങനത്തെ പദങ്ങൾക്കാണ് എന്താ പറയാ? മബിനി എന്നും പറയുക. ഇനി ഇതുപോലെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. അതായത് ഇവിടെ ബ്രാക്കറ്റിൽ കണ്ടോ, ഈ കോളത്തിൽ തിൽക്ക എന്നതും മക്തബത്തുന്നുണ്ട് അല്ലെ? തിൽക്ക എന്താണ്? ഇസ്മിഷാറയിൽ പെട്ടതാണ് അല്ലെ? ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നു. ഈ ബ്രാക്കറ്റിലുള്ളതാണ് ഈ തിൽക്ക അല്ലെങ്കിൽ മക്തബ്. ഇതാണ് നമുക്ക് പൂരിപ്പിക്കാനുള്ളത്. ഉഹിബ്ബു തിൽക്കൽ മക്തബത, തിൽക മക്തബത്തുൻ, ദഹബ്തു ഇലാ തിൽക മക്തബതി. ഇവിടെയോ, ഇവിടെ ഏതാ മബിനി, ഏതാ മുഅറബ്? മബിനി ഏതാ? തിൽക്ക എന്നാണ്. കാരണം മബിനിക്ക് എന്തുണ്ടാവില്ല? മാറ്റം ഉണ്ടാവില്ല. ഇവിടെയും തിൽക്ക, ഇവിടെയും തിൽക്ക, ഇവിടെയും തിൽക്ക. ഈ തിൽക്ക എന്ന പദം ഈ സെന്റൻസിലെ ഏത് ഭാഗത്ത് വന്നിട്ട് ഒരു മാറ്റില്ല. തിൽക്കി എന്നോ തിൽക്കു എന്നോ ആയിട്ടില്ല. അതേസമയം മക്തബത്ത് നോക്കി, ഇവിടെ മക്തബത്ത എന്നാണ് അല്ലെ? ഫത്ഹ് കൊണ്ട് നസ്ബ് ചെയ്തു. ഇവിടെയോ മക്തബത്തുൻ, ലൊമ്പ് കൊണ്ട് റഫ് ചെയ്തു. ഇവിടെയോ മക്തബത്തി, കസർ കൊണ്ട് ജറ് ചെയ്തു. അതായത് നസ്ബ് എന്തുകൊണ്ടാ? ഫത്ഹ് കൊണ്ട്, റഫോ ലൊമ്മോണ്ട്, ജറോ കെസറുണ്ട്. ഇതാണ് അടിസ്ഥാനമായ നിയമം. ഇതല്ലാതെയും വരും, അതിനെ കുറിച്ച് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇനി നമുക്ക് അറബിയിലാക്കാം. കഅബ എവിടെയാണ്? എന്താണ് അതിന്റെ അറബി? എവിടെ എന്നല്ലേ? എന്താ? ഐന, ഐനൽ കഅബതു, കഅബ എവിടെയാണ്? അടുത്തത്, ഇത് എന്റെ മദ്രസയാണ്. ഹാദിഹി, ഇത്, മദ്രസതി, എന്റെ മദ്രസയാണ്. ഇനി മുഫ്രദുൻ ജംഉൻ. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രം, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സാധനം മാത്രം. ജംഅ എന്ന് പറഞ്ഞാൽ 3 3 കൂടുതലോ ഉള്ളത്. ഉദാഹരണം നോക്കാം. ബൈത്ത് എന്ന് പറഞ്ഞാൽ ഒരു വീട്, ബുയൂത്തുൻ എന്ന് പറഞ്ഞാൽ കുറേ വീടുകൾ. സ്വലാത്തുൻ ഒരു നിസ്കാരം, സ്വലമാത്തുൻ നിസ്കാരങ്ങൾ. നഖറഉൽ ആയാതി താലിയ, താഴെയുള്ള ആയത്തുകൾ നമുക്ക് പാരായണം ചെയ്യാം. വനക്തശിഫു മിൻഹൽ കലിമാത്തിൽ മബ്നിയ, അതിൽ നിന്ന് നമുക്ക് മബ്നിയായ കലിമത്തുകളെ കണ്ടെത്താം. എന്നിട്ട് വനഖുത്തു തഹ്തഹ, അതിന്റെ താഴെ നമുക്ക് വരയിടാം. അതായത് ഇതില് മബ്നിയുണ്ട്, മുഅറബുണ്ട്. നോക്കാം. ഇന്ന എന്നുള്ളത് എന്താണ്? ഇന്ന എന്നുള്ളത് ഹർഫാണ്.
ഹർഫുകളൊക്കെ മബനിയാണ്, പഠിച്ചുല്ലേ? അപ്പൊ ഇന്ന എന്നുള്ളത് ഹർഫാണ്, അത് മബനിയാണ്. ഹാദിഹി എന്നുള്ളതോ അത് ഇസ്മിഷാറയാണ്, അതുകൊണ്ട് അതും മബനിയാണ്. തെദിക്കിറത്തു എന്നുള്ളത് എന്ത്? അത് ഇസ്മാണ്, അത് ചില സമയങ്ങളിൽ തെദിക്കിറത്തിൻ, തെദിക്കിറത്തൻ എന്നൊക്കെ മാറാം. ആ മാറുന്നതിനാണ് എന്ത് പറയാ? മുഅറബ് എന്ന് പറയാം. അടുത്തത് ദാലിക. ദാലിക എന്നുള്ളത് എന്താണ്? ഇസ്മിഷാറയാണ്, അത് ദാലിക്കി, ദാലിക്കു എന്നൊന്നും ആകൂല, ദാലിക അല്ലെ. കിതാബ് എന്നുള്ളതോ അത് മുഅറബാണ്, അത് ചില സമയങ്ങളിൽ അതിന്റെ സ്ഥാനമനുസരിച്ച് കിതാബി, കിതാബൻ എന്നൊക്കെ ആകാം അല്ലെ. ലാ എന്നുള്ളതോ ഹർഫാണ്, ഹർഫുകളൊക്കെ മബനിയാണ്. റൈബ എന്നുള്ളതോ അത് ഇസ്മാണ്, അത് ചില സമയത്ത് റൈബി, റൈബു എന്നൊക്കെ ആകാം. അതുപോലെ ഫീഹി അല്ലെ, ഫി എന്നുള്ളത് ഹർഫാണ്. അതുപോലെ തന്നെ ഹി എന്നുള്ളത് ലൊമീർ അല്ലെ. ഇതൊക്കെ എന്താണ്? ഫിഹി എന്നുള്ളത് അത് മബനിയാണ്, ഫി എന്നുള്ളത് ഹർഫായതുകൊണ്ട് മബനിയായി. ഹി എന്നത് ലൊമീറാണ്, ലൊമീറൊക്കെയും മബനിയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ?